നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭാഗമായപ്പോൾ നമ്മളെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ശക്തമായി എതിർത്ത ആളാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ തൃക്കാക്കരയിലെ മുസ്ലിം സമൂഹം എനിക്ക് നൽകുന്നൊരു സ്വീകാര്യതയാണ്. അത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ചെല്ലുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് നമ്മളെ കൂടെ നിൽക്കുന്നവരൊക്കെ പറയും, ഇത് ഇവർ ഇവിടുന്ന് നമുക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ല, ചിലപ്പോൾ ഇവർ നമ്മളെ നോക്കി ചിരിക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോകുന്ന രീതിയിലുള്ള സ്വീകാര്യതയാണ് എനിക്ക് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം ഇന്ന് തന്നെ ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫൈസൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞങ്ങൾ വണ്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി പെട്ടെന്നൊരു ബുള്ളറ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രോസ് വയ്ക്കുന്നു. പുള്ളി ചാടി സൈഡിൽ വരുന്നു. അയാളുടെ വീട്ടിലെ 7 വോട്ടുകൾ മകിലേട്ടനാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഷേക്കാൻഡ് വന്നിട്ട് ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. ചിറ്റേറ്റുകര എന്ന് പറയുന്നൊരു ഭാഗത്ത് ചെന്നപ്പോൾ അത് 95% മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയാണ്. അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ മകൻ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ഒരു അനിയൻ, അവനിപ്പോഴും റെഗുലറായിട്ട് എന്നെ വിളിക്കുന്നു. എന്നോട് പ്രചരണത്തിന് വരാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ചിലവ് മൊത്തം ചിലപ്പോൾ ഞാൻ നോക്കേണ്ടി വരും, അച്ഛനടിച്ച് പുറത്താക്കുമെന്നൊക്കെ തമാശയായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷേ അവരെത്ര സന്തോഷത്തിലാണ്. കാര്യം അവർക്ക് എന്നെ അറിയാവുന്ന ഒരാൾ പോലും നമ്മളെ തള്ളിപ്പറയില്ല. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളിൽപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ഞാൻ വേറെ രാഷ്ട്രീയമാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ അഖിലിനെ എനിക്കറിയാം. അപ്പം ഞങ്ങൾക്കറിയുന്ന അഖില ഈ നാടിനുണ്ട് നല്ലത് ചെയ്യുന്ന അവർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് എനിക്ക് പല മേഖലകളിൽ നിന്നും അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതകൾ അത്തരത്തിൽ കിട്ടുന്നു.